ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. എക്സാം എഴുതാൻ കഴിയാതിരുന്ന ആളുകൾക്ക് 13-ാം തീയതി ഒരു അവസരം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹാൾ ടിക്കറ്റ് 7-ാം തീയതി അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സൈറ്റിൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല 13-ാം തീയതി ആർക്കൊക്കെയാണ് എക്സാം ഉള്ളത് അതിൻ്റെ ലിസ്റ്റും അവർ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വീണ്ടും ഒരവസരം കൂടി, സെർവർ തകരാർ മൂലം ചില സാങ്കേതിക കാരണങ്ങളാലും ഓൺലൈൻ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാത്തവർ സൈറ്റിലെ ന്യൂ എൻട്രി ഫോം ഫിൽ ചെയ്തിട്ടുള്ള, അതും കമ്പ്യൂട്ടർ സെർച്ചിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അർഹതപ്പെട്ടവർക്ക് 13/3/2024 ബുധനാഴ്ച ഒരവസരം കൂടി അനുവദിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ളവരുടെ പുതിയ ഹാൾ ടിക്കറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആയത് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷയ്ക്ക് ഹാജരാകുക. യാതൊരുവിധ പരാതിയിലും ഇനിയൊരവസരം ലഭിക്കുന്നതല്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് എക്സാം എഴുതാൻ പറ്റാതിരുന്ന ആളുകൾ, അതായത് പല പല ഇഷ്യൂസ് കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയാതിരുന്ന ആളുകൾ, അതുപോലെ ന്യൂ എൻട്രി ഫോം ഫിൽ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് സൈറ്റിൽ കയറി നോക്കുക. അല്ലെങ്കിൽ എക്സാം ട്രാക്കിൻ്റെ ചാനലിൽ നമ്മൾ ആ ഒരു 13-ാം തീയതി എക്സാമുള്ള ആളുകളുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കയറി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നെയിം ഉണ്ടോയെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ സൈറ്റിൽ കയറി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. പുതിയ ഹാൾ ടിക്കറ്റാണുള്ളത്. അതുപോലെ എക്സാം എഴുതാൻ കയറുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റുള്ള ലിങ്ക് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞ് എക്സാം ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില കമൻസൊക്കെ കണ്ടായിരുന്നു, ലിസ്റ്റിൽ പേരില്ല, PDF വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവരെ വിളിച്ച് ഈ ഒരു കംപ്ലയിൻറ്റ് പറയാമെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻ അവർ ശരിയാക്കി തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അപ്പോൾ അവരെ വിളിക്കുമ്പോൾ എക്സാം അഡ്മിനിസ്ട്രേറ്ററെ വിളിക്കുക. അവരുടെ നമ്പറെല്ലാം സൈറ്റിലുണ്ട്. സൈറ്റിലെ കോൺടാക്റ്റിൽ എല്ലാവരുടെയും നമ്പറും ഉണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് വിളിക്കുക, വിളിച്ച് കാര്യങ്ങൾ പറയുക.